സിറ്റി ഹീറോ ഷൊർണൂരിലൂടെ ഇനി നിങ്ങളുടെ സ്വപ്നവും യാഥാർത്ഥ്യമാക്കാം. സെയിൽസ് ആൻഡ് സർവീസിനോടൊപ്പം സ്പെയർ പാർട്സും ലഭ്യമാണ്. സന്ദർശിക്കൂ ഹീറോയുടെ ഓതറൈസ്ഡ് ഷോറൂമായ സിറ്റി മൊബൈൽസ്, ബൈപ്പാസ് റോഡ്, ഷൊർണൂർ. നെഹ്റു ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻ നടത്തുന്ന എക്സ്പോ ലക്കിടിയിലും പാമ്പാടിയിലുമായി തുടങ്ങി. മന്ത്രി കെ കൃഷ്ണൻകുട്ടി പരിപാടി ഉദ്ഘാടനം ചെയ്തു. അധ്യാപകന്മാര് ഒരു കണക്ക് ടീച്ചർ മതി പോരെ എല്ലാത്തിനും കൂടി. ഒരു ഈ IBM വന്ന് എത്ര ആളെ പിരിച്ചുവിട്ട്? പുതിയ സാങ്കേതിക വിദ്യയുടെ കടവ് 11,000 ആളെ പിരിച്ചു. TCS പിരിച്ചുവിട്ടു 12,000 ആളെ. ആമസോണിൽ 18,000 ആളെ പിരിച്ചുവിട്ടു. എവിടേക്കാ പോകുന്നത്? ആകെ ഒരു സ്ഥലത്ത് മാത്രമേ പിരിച്ചുവിടാതിരുന്നുള്ളൂ, അതും കഴിഞ്ഞു പോകും. കൃഷിയിൽ മാത്രമാണ് പിരിച്ചുവിടാത്തത്. അതിപ്പോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് വന്നു, റോബോട്ട് വന്നു, അത് വന്നതോടുകൂടി അതൊന്നും ആളുകൾ പോവാണ്. സെല്ലുലാർ കൃഷി വന്നു. അന്വേഷിക്കാനുള്ള മനസ്സ് വളർത്തിയെടുക്കുന്നതിൽ വലിയ പരാജയമാണ് നമ്മളെന്ന് മന്ത്രി അഭിപ്രായപ്പെട്ടു. മന്ത്രിമാരും ജനപ്രതിനിധികളുമായാൽ രാഷ്ട്ര സേവകരായി. എന്നാൽ 3 നേരം 145 കോടി ജനങ്ങൾക്ക് ഭക്ഷണം നൽകുന്ന കർഷകരെയാണ് രാഷ്ട്ര സേവകരായി അംഗീകരിക്കേണ്ടതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ മന്ത്രി പറഞ്ഞു. നെഹ്റു ഗ്രൂപ്പ് ചെയർമാൻ ഡോക്ടർ പി കൃഷ്ണദാസ് അധ്യക്ഷനായി. ഇന്ത്യൻ നേവി വൈസ് അഡ്മിറൽ പ്രവീൺ സി നായർ മുഖ്യാതിഥിയായി പങ്കെടുത്തു. നെഹ്റു ഗ്രൂപ്പ് CEO ഡോക്ടർ പി കൃഷ്ണകുമാർ, ലക്കിടി ജവഹർ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി പ്രിൻസിപ്പൽ ഡോക്ടർ N ഗുണശേഖരൻ, സ്റ്റുഡന്റ് കോർഡിനേറ്റർ A ആഷിഖ് തുടങ്ങിയവർ സംസാരിച്ചു. നെഹ്റു സയൻസ് ഇന്നോവേഷൻസ് ആൻഡ് ടെക്നോളജി എക്സ്പോ എന്ന പേരിൽ ലക്കിടി ജവഹർലാൽ കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് ടെക്നോളജി, പാമ്പാടി നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്റർ എന്നിവിടങ്ങളിലായാണ് എക്സ്പോ നടത്തുന്നത്. തമിഴ്നാട്, കേരളം എന്നീ സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കോളേജുകളിൽ നിന്നായി 30,000 വിദ്യാർത്ഥികൾ 2 ദിവസങ്ങളിലായി നടക്കുന്ന എക്സ്പോയിൽ പങ്കെടുക്കുന്നു. പാമ്പാടി നെഹ്റു കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് ആൻഡ് റിസർച്ച് സെന്ററിൽ നടക്കുന്ന സമാപന സമ്മേളനം അഡീഷണൽ ഡിവിഷണൽ റെയിൽവേ മാനേജർ S ജയകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്യും. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം.